ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. സോ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2 ദിവസം വീക്ക്ലി അനാലിസിസ് വീഡിയോയിലും അതുപോലുള്ള കഴിഞ്ഞ ദിവസത്തെ അനാലിസിസ് വീഡിയോയിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. മാർക്കറ്റ് ഓൾ ടൈം ആയെന്ന് ഒരു ബിയറിഷ് സൈന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ നമുക്കൊരു റിവേഴ്സൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് മാർക്കറ്റിന്റെ ഒരു ബിഹേവിയർ ഉണ്ടായത്. ഇന്ന് നല്ലൊരു സെല്ലിംഗ് ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് കാണാൻ പറ്റി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ളത്, സെബിയുടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ FNO ട്രേഡിങ്ങിൽ ഇനി ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സോ നമുക്ക് അത് എന്തായാലും അടുത്ത അനാലിസിസ് വീഡിയോയിൽ നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് ചാർട്ട് വഴി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ നോക്കാം. സോ വെൽക്കം ടു അനാലിസിസ് വീഡിയോ. ഇന്നത്തെ ഡെയിലി ക്യാൻഡിലിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സിംഗ് ഹൈ നല്ല സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഹൈ ഇന്ന് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ നടന്നുകൊണ്ട് തന്നെ നമുക്ക് ഫർദർ ആയിട്ടുള്ള ഒരു ഡൗൺ മൂവ്മെന്റ് നമുക്ക് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് ഇത് നാളെ തന്നെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡും എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ഹൈ നാളെ ഇമ്പോർട്ടന്റ് ആയിട്ട് വാച്ച് ചെയ്യാനുള്ള ഒരു ഹൈ ആയിട്ട് നോക്കി നോക്കുക. ഇത് നാളെ റിവേഴ്സ് ചെയ്യുന്നില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗ്യാപ്പ് അപ്പോലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇത് റിവേഴ്സ് ആകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു റിവേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റും കുറച്ച് ഡൗണിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ആണെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ തന്നെ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എനിവേ നിഫ്റ്റിയിലും നല്ലൊരു റെഡ് ക്യാൻഡിൽ, ഇവിടുന്ന് ഒരു ചെറിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ട് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് 50 മിനിറ്റ് ക്യാൻഡിൽ നോക്കാം. 50 മിനിറ്റ് ക്യാൻഡിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് 25,800 എന്ന ലെവലിലാണ്. സോ ഈ ഒരു ലെവലിൽ തന്നെയാണ് മുമ്പ് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ട് റിവേഴ്സ് ആയിട്ട് ഒരു നല്ല ഷാർപ്പ് റിവേഴ്സൽ കാണിച്ചിട്ട് പിന്നെ സൈഡിലേക്ക് പോയതാണ്. സോ അവിടെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ടച്ച് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റ് ഇൻ കേസ് ഇതും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 100 പോയിന്റ് 25,600 വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ബെയറിഷ്നെസ് മാർക്കറ്റ് നാളെ കാണിക്കുകയാണെങ്കിൽ നാളെയും നല്ലൊരു സെൽ ഓഫിനുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇൻ കേസ് ഇത് റിവേഴ്സ് ആവില്ലെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട് ഗ്യാപ്പ് അപ്പ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവൽസ് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് സൈഡിലേക്കുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് നോക്കാൻ പറ്റും. അതല്ല നാളെ നല്ല സ്ട്രെങ്ത്തോടെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ 26,000 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് വീണ്ടും റിവേഴ്സൽ ട്രേഡ് നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് നോക്കാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ് ഇന്ന് ക്ലോസ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മുമ്പ് ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ആയ ഒരു ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും ടച്ച് ചെയ്തത്. സോ മാർക്കറ്റ് ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ വീണ്ടും ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതല്ല ഈ ഒരു നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഈ ഒരു ഹൈ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റും. സോ നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്? ഇന്നൊരു വീക്ക്നെസ് ഉണ്ടായതുകൊണ്ട് തന്നെ നാളെ ചിലപ്പം ഒരു ചെറിയൊരു സൈഡ് വൈസ് മാർക്കറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റ് ഒരു ദിവസം ട്രെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതേപോലെ ട്രെൻഡിങ് ആവണം എന്നില്ല. ചിലപ്പം ചെറിയൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യൽ ഓപ്പണിംഗിൽ ചെറിയൊരു മൂവ്മെന്റ് തന്നിട്ട് പിന്നെ മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കൂടി നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.